ഹലോ, അനുപമ ഹിയർ. കരണ്ട് ഭാർഗവനെ പറ്റി ഫീച്ചർ എഴുതിയ അനുപമയല്ലേ? ഞാൻ അനങ്ങാക്കുലിയിലുള്ള ഒരു സോഷ്യൽ വർക്കറാണ്. പേര് കുഞ്ഞിരാമ കൈമൾ. ജോസഫ് മാത്യുവിന്റെ തിരോധാനത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. തീർച്ചയായും താല്പര്യമുണ്ട്. കൈമൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് കതർ തുണി വാങ്ങാൻ വേണ്ടി ടൗണിൽ വന്നതാണ്. ഇപ്പോൾ പബ്ലിക് ലൈബ്രറിയിലുണ്ട്. വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ആ, ഉടനെ വരാം. പ്ലീസ് വെയിറ്റ് ഫോർ മീ മിസ്റ്റർ കൈമൾ. സോഫിയ, ഇത് അനുപമയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ ഫാദർ. പബ്ലിക് ലൈബ്രറിയിലേക്ക് വരൂ. സോറി, എനിക്ക് ഓഫീസിലൊന്ന് കയറേണ്ടതുണ്ടായിരുന്നു. എവിടെ ആളെവിടെ? ആര്? കുഞ്ഞിരാമ കൈമൾ എന്ന് പറയുന്ന ഒരാള് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ആ, പിന്നെ സോഫിയ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരമാണ് ഫെമിനിസ്റ്റ് ആക്ഷൻ കൗൺസിലിന്റെ മീറ്റിംഗ്. എത്ര മണിക്ക് തുടങ്ങും? 5 മണി. അനങ്ങാക്കൊല്ലിയിൽ നിന്ന് കുഞ്ഞിരാമ കൈമൾ. എന്റെ പേര് പറഞ്ഞാൽ വന്നില്ലെങ്കിലോ എന്ന് കരുതിയാ? ചതിക്കുന്നവരെ തിരിച്ചും ചതിക്കാമല്ലോ. മാഗസീനിൽ വന്ന ഫോട്ടോയുടെ പേരിൽ ഞാനിപ്പോ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. ഭാർഗവൻ കുറ്റവാളിയാണെന്ന് എഴുതിയല്ലോ, അത് തിരുത്തി എഴുതിയില്ലെങ്കിൽ നാളത്തെ ചരമകോളത്തിൽ എന്റെ ഫോട്ടോ വരും. അതെങ്ങനെ തിരുത്തി എഴുതും? അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് വാസ്തവമല്ലെന്ന് എനിക്കും കൂടി ബോധ്യമാവണ്ടേ? അതൊന്നും എനിക്കറിയില്ല. ഡോക്ടർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മറ്റു വല്ല വഴികളും നോക്കുന്നതായിരിക്കും നല്ലത്. ഐ ഡിഡ് ഇറ്റ് ഫോർ എ നോബിൾ കോസ്. ഞാൻ തന്നെ അത് തിരുത്തി എഴുതാൻ പോയാ എന്റെ ക്രെഡിബിലിറ്റി? അനുവിന്റെ ക്രെഡിബിലിറ്റിയാണ് വലുതല്ലേ? സോഫിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തെ പറ്റി ഡോക്ടർ എന്താ ആലോചിക്കാത്തത്? ഇല്ല, തിരുത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കേ, ഓക്കേ. But you know, Anu, I loved you. Still I love you. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇന്നത്തെ പത്രത്തിൽ വരുമോ എന്നാ ചോദിച്ചത്. അതൊരു പത്രമല്ലല്ലോ സുഹൃത്തെ, വീക്കിലി അല്ലേ. അടുത്ത ആഴ്ച ഇറങ്ങുമ്പോൾ അതിലുണ്ടാവും കരണ്ട് ഭാർഗവൻ ഒരു മഹാനാണ്, മനുഷ്യസ്നേഹിയാണ്, നമ്മുടെ നാടിന്റെ അഭിമാനമാണ് എന്നൊക്കെ. ആദ്യമേ പറ്റി ഇളക്കല്ലേ ഡോക്ടർ സാറേ. നിരപരാധിയാണെന്ന് മാത്രം എഴുതിയാ മതി, കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. എങ്കിൽ പിന്നെ ഭാർഗവൻ പോവല്ലേ? എങ്ങോട്ട്? ഇവിടുന്ന് പോവല്ലേ എന്നാ ചോദിച്ചത്. എന്റെ ഗൗൺ എടുത്തിടാൻ ആര് പറഞ്ഞു? അഴിച്ചു വെക്ക്. വല്ലവനും കേറി വന്ന ചിലപ്പോ വിനോദ് തന്നെ. കുറ്റവാളിയെ ഒളിപ്പിച്ചവനും നിയമപ്രകാരം അകത്താ. വീതി അതാണേ നമുക്ക് എന്ത് ചെയ്യാനാവും ഡോക്ടറെ. നല്ല വിശപ്പ്. വിശന്നിട്ട് വയ്യ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്നല്ലേ. എന്താ ഈ കാണിക്കുന്നേ? തിന്നാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ലേ? ഒന്നും കാണുന്നില്ലല്ലോ. ഈ അത്യാവത്തിന്റെ ഇടയിൽ കിടന്ന് ആരെന്തുണ്ടാക്കാനാ? നെല്ലിനടിക്കാൻ വെച്ച് പരാമറുണ്ട്, എടുത്തു കൊടുക്ക്, കഴിക്കട്ടെ. ഡോക്ടറുടെ അമ്മയും കോമഡി ആണല്ലോ. 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത് ചുമ്മാതല്ല. 1/2 മണിക്കൂർ സമയം തരും. അപ്പവും മുട്ട റോസ്റ്റും, അയില മുളകിട്ടതും സ്വല്പം കപ്പ വേവിച്ചതും റെഡി ആക്കിയില്ലെങ്കിൽ നല്ല കോമഡി പറഞ്ഞ നാവുണ്ടല്ലോ, അത് ഞാൻ അരിഞ്ഞെടുക്കും. അയ്യോ, സാറെന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? വിനോദ് എന്റെ ഒരു ശിഷ്യനാണല്ലോ. വിനോദ് ഇപ്പൊ ഇവിടെ ഇല്ല, ആരുമില്ല, ഞാൻ ഒറ്റക്കാ. വിനോദ് ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല ഞാൻ വന്നത്. ചില കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാനാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് പെയിന്റ് അടി നടക്കാണ്, പെയിന്റ് അടി. ഓഹോ, ഡോക്ടർ ഇരിക്കൂ. താങ്ക് യു. നർക്കോട്ടിക് കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥനായ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിപ്പാണെന്ന് അറിയാമല്ലോ. എങ്കിലും മയക്കുമരുന്നുകളോടും അത് കൈകാര്യം ചെയ്യുന്നവരോടുള്ള വെറുപ്പ് എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. അതുകൊണ്ട് മാത്രം ചോദിക്കുക, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ജോസഫ് മാത്യുവിനെ ഭാർഗവൻ കൊന്നു എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. വർഷങ്ങളായി കഞ്ചാവ് കൃഷിയാണ് ആ സാമൂഹ്യ വിരുദ്ധന്റെ ജോലി. ലോകപ്രശസ്തനായ ഡോക്ടർക്ക് അവന്റെ കൂട്ടത്തിനാണ്. എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റും. സാറിനോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം. എന്റേതായ രീതിയിലുള്ള ഒരു സോഷ്യൽ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അയാൾ ക്രിമിനലാണ്, കൊലപാതകയാണെന്നൊക്കെ അറിഞ്ഞപ്പോ ഞാൻ തന്നെ അയാളെ ക്ലിനിക്കിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കഞ്ചാവ് കൃഷി പോലുള്ള ഹീന പ്രവൃത്തികളിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അയാളെ ഒരു ഉത്തമ പൗരനായി ഞാൻ മാറ്റിയെടുക്കും. ഓഹോ,
അപ്പൊ അതാണ് ഈ പിന്തിരിയൽ. ഏത് പിന്തിരിയെ? അല്ല, അപ്പോ ചികിത്സ എവിടെ വരെയായി? അത് നന്നായി പുരോഗമിക്കുന്നു. എനിക്ക് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഭാർഗവന്റെ മേലെ ഒരുത്തനുണ്ട്, യഥാർത്ഥ കഞ്ചാവ് മുതലാളി. അതാരാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഭാർഗവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ തെണ്ടി ആരാണെന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് ആ പരമനാറിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. ഡോക്ടർ, നിങ്ങളൊരു വലിയ സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത്. താങ്ക് യു. ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, ഞാനിങ്ങനെ അവാർഡിന് വേണ്ടി. എന്റെ വക ഒരു അവാർഡ് എന്തായാലും നിങ്ങൾക്കുണ്ട്. താങ്ക് യു. ശരി എന്നാ. സാറേ ഒന്ന് നിക്കണേ, ഇതാ ഇവിടെ. എന്താ? അമ്മ പറയായിരുന്നു ഇവിടം വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ എന്ന്. അത് സാരമില്ല, ഇനി അങ്ങോട്ട് നല്ലതുപോലെ വെള്ളം കുടിക്കാനുള്ളതല്ലേ. ശരി. എന്ത് പണിയാണോ തനിക്ക് കാണിച്ചത്? അയാൾ ആരാണെന്ന് തനിക്കറിയോ? നർക്കോട്ടിക് കൺട്രോൾ കേട്ടോ, തന്നെ പറ്റി നല്ലതേ അയാളോട് ഞാൻ പറഞ്ഞു. അതാണല്ലോ പ്രശ്നം. ഇനി എന്റെ തന്റെ കാര്യം പോക്കാടോ, പോക്കാ. എന്റെ കാര്യം അലിയോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ തന്നെ പറ. എന്നും രാവിലെ ക്ലിനിക്കിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും, ഡോക്ടറില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഭ്രാന്തന്മാര് കാത്തിരുന്ന് കൊടുക്ക എന്നെ തെറിവിച്ചിട്ട് പോകും. എന്താ ഇത് ഡോക്ടർ? ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? വിടരുതവനെ. ഞാനിവിടെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ ഓടിച്ചിട്ട് പിടിക്കണോ അവനെ? ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഒരു ജീവനക്കാരന്റെ കാര്യത്തിൽ പോലീസിന്റെ നിലപാട് ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭർത്താവിന്റെ തിരോധാനത്തിൽ മനംനൊന്ത് മനോരോഗിയായ ഒരു അമ്മ, അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയിൽ വിങ്ങുന്ന മനസ്സുമായി അധികൃതരുടെ പുറകെ അലയുന്ന മകൾ. ഒരു കാര്യം ഞാനിവിടെ ഊന്നി പറയുകയാണ്, ഈ മകളും അമ്മയും ഇനി ഒറ്റയ്ക്കല്ല. ഈ നാട്ടിലെ പ്രബുദ്ധരായ ആബാലവൃദ്ധൻ ജനങ്ങളും നിങ്ങളുടെ പുറകിലുണ്ടെന്ന് ഞങ്ങൾ ഇതാ ഉറപ്പു തരികയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ജോസഫ് മാത്യുവിന്റെ ശത്രുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രശ്നം ജനങ്ങളുടെ സജീവ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ന്യൂസ് പ്ലസ് മാഗസിനിലെ അനുപമ ശിവദാസൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പത്രപ്രവർത്തന രംഗത്ത് ഞാനൊരു പുതിയ ആളാണ്. ചേട്ടനെ കാണാനില്ല. 2 ദിവസം ഞങ്ങള് തീ തിന്ന് കഴിയാ കുഞ്ഞെ. ആ ഭാർഗവൻ എന്ന് പറയുന്നവൻ വീട്ടിൽ കയറി താമസാക്കിയിരിക്കുക. ഒരു തൂക്കം പിടിച്ചോണ്ട് കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുക. അവൻ ബാത്റൂമിൽ കയറിയപ്പോ ഞങ്ങള് പിൻവശത്തോട് ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്തൊക്കെ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഡോക്ടർ എങ്ങോട്ടാ പോയത്? ഭാർഗവൻ അലിയെ പിടിക്കാൻ പറഞ്ഞപ്പോ പോയതാ. എന്നൊരു വിവരമില്ല. അലിയെ പിടിക്കാനോ? ആകെപ്പാടെ എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഹലോ രവി, ഇത് ഞാൻ വിനോദ്. കറണ്ട് ഭാർഗവൻ ഡോക്ടർ ശാന്താറാമിന്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്. പിടിച്ചകത്താക്കണം.